സർ, മാം, അപ്പോൾ നമുക്ക് നിങ്ങളുടെ ബേസിക്സ് ഒക്കെ ഒന്ന് അറിയണമെന്നുണ്ട് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എവിടെയാണ് സാറിൻ്റെ നാട്, വീട്ടിൽ ആരൊക്കെയുണ്ട് ഒന്ന് പറയാമോ? നാട് വൈക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്, കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ ഞാൻ വൈഫ് പത്മ, പിന്നെ അതുകൂടാതെ 2 കുട്ടികളുണ്ട്. അവർ മൂത്ത കുട്ടി 10th-ലും രണ്ടാമത്തെ മോനാണ്, അവൻ 5th-ലാണ് പഠിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് അതേ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ വിപണിയിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഹോം ഫ്രഷ് സ്വാമീസ് പ്രോഡക്റ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ആ ഫ്രഷ്നെസ്സോടുകൂടി നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഹാരം എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സെപ്പോഴും ഇറ്റ് ഷുഡ് ബി ഫിൽഡ് വിത്ത് ജോയ്, അല്ലേ? ആ ഒരു പ്ലഷർ, ആ ഒരു നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കണം ആഹാരം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ അത് തന്നെ ഞങ്ങളുടെ വർക്കേഴ്സിനും എല്ലാം, അതായത് ഇവർക്ക് തന്നെ എപ്പോഴും വീട്ടിൽ കൊണ്ടുപോകാൻ കൊടുക്കും. കാരണം ഇവരും വീട്ടിൽ കൊണ്ടുപോയിട്ട് വയറ് നിറച്ച് ആഹാരം കഴിക്കട്ടെ. അപ്പോൾ ആ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവർ നമ്മുടെ പ്രോഡക്റ്റ് വന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു സാത്വിക് ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു മനസ്സും വയറും നിറഞ്ഞ ഒരു പ്രതീതി, അത് പ്രോഡക്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ഉസ്താദ് ഹോട്ടലിൽ പറയുന്ന പോലെ വയറ് മാത്രം നിറച്ചാൽ പോരാ, മനസ്സും കൂടെ നിറക്കണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് സ്വാമി ഫുഡ് പ്രോഡക്ട്സ് നമുക്ക്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവർ സന്തോഷിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പ്രോഡക്റ്റ് ഇത്രയും വിജയത്തിലേക്ക് എത്തിയത്. നമ്മളൊരു ബിസിനസ് തുടങ്ങാനായിട്ട് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പല ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വരും, അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഫുഡ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഈ ഒരു സ്വാമി ഫുഡ് പ്രോഡക്ട്സിലേക്ക് എങ്ങനെയായിരുന്നു സാർ എത്തിയത്? ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്തതിന് 18 years ആയി ഇതിപ്പോൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിന് മുമ്പ് ഞാൻ ഷാർജയിലായിരുന്നു. ഷാർജയിൽ ഒരു ഫർണിച്ചർ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് കുറേ വർഷങ്ങളോളം. താമസം ദുബായിലായിരുന്നു. പഠനമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അതെ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ RPG ഗ്രൂപ്പിലായിരുന്നു വർക്ക് ചെയ്തത്, ചെന്നൈയിലായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ഷാർജയിലേക്ക് പോയത്. അപ്പോൾ അവിടെ ഒരു ഫർണിച്ചർ കമ്പനിയിലായിരുന്നു, ഇൻവെൻട്രി കൺട്രോളറായിട്ടാണ് അവിടെ പോയത്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയും പിന്നെ 2ാമത്തെ കമ്പനിയുടെ ഇൻചാർജ് ആക്കുകയും എന്നെ 3ാമത്തെ കമ്പനിയുടെ ഇൻചാർജ് ആക്കുകയും ചെയ്തു. അപ്പോൾ ആ കമ്പനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമുണ്ടായി. പക്ഷേ എനിക്ക് കിട്ടിയത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് ആ എക്സ്പീരിയൻസ് വന്നിട്ട് നാട്ടിലിവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്കൊരു അനുഗ്രഹമായിട്ട് എനിക്ക് പഴയ എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് ഇവിടെ യൂസ്ഫുൾ ആയി. കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, അതായത് ഞാൻ 3 കമ്പനി ഒരേ സമയത്ത് നോക്കിയിരുന്നു. ഒരു ഇൻവെന്ററി കൺട്രോളർ, ഒരു സെയിൽസ് ഹെഡ്, ഒരു പ്രൊഡക്ഷൻ ഇൻചാർജ് ആയിരുന്നു. ഈ 3 ജോബും ഞാൻ ഒരേ ടൈമിൽ ഞാൻ ഈ 3 ഡിഫറെന്റ് കമ്പനീസ്, അത് ഇവരുടെ തന്നെ സിസ്റ്റർ കൺസേൺ ആയിരുന്നു, നോക്കിയതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് കമ്പനി മാനേജ് ചെയ്യാൻ അത്ര ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായില്ല. പ്രവാസലോകം എന്നുള്ളത് മാറ്റി എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ആ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി. ശരിക്കും ഞാൻ നാട്ടിൽ അങ്ങനെ വന്നതല്ല, നാട്ടിൽ ലീവിന് വന്നതാണ്. നാട്ടിൽ ഒരു ലോങ് ലീവിന് വന്നതാണ്. ലോങ് ലീവിന് വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ലോക്കൽ മാർക്കറ്റിൽ നോക്കി. കാരണം ഇത് ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ പ്രോഡക്റ്റാണ്. കാരണം ഞങ്ങളുടെ എല്ലാവരും കുടുംബപരമായിട്ട് ഞങ്ങളെല്ലാവരും ഇത് സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അന്ന് അത്യാവശ്യത്തിന് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നോക്കിയപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടിയില്ല അന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് എനിക്കിത് സ്റ്റാർട്ട് ചെയ്തുകൂടാ? ഐ ഹാവ് 3-4 months ടൈം ടു ഗോ ബാക്ക്. സോ എനിക്ക് എന്തുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തുകൂടാന്നൊരു തോന്നലാണ് എനിക്ക് വന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റി ഒരു ലൈസൻസ് എടുക്കുകയും ഇമ്മീഡിയറ്റ് അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. എല്ലാ പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ എളുപ്പമായിരുന്നു. ഈസി ആയിരുന്നു, വലിയ കുഴപ്പമില്ല. അത് നമ്മൾ എടുക്കുന്ന എഫേർട്ട് പോലെ. 18 years മുന്നേ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു വിപണിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആ സമയം തൊട്ടാണ് നമ്മൾ ഈ ഒരു മീൻസ് റെഡി ടു കുക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം, സ്റ്റാർട്ടിംഗ് ടൈം ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് കടമ്പകൾ നമുക്ക് അതിൽ കടക്കാനുണ്ടായിട്ടുണ്ട്, ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? ഇവിടെ തിരിച്ചു പോകാൻ കുറച്ച് ടൈമുണ്ട്. ആ 3-4 months ടൈമിൽ നമുക്ക് ഐഡിയലായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഫുൾ വർക്ക് ചെയ്തിട്ട് ഇവിടെ ഐഡിയലായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് വിടാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു പ്രോഡക്റ്റ് ഐഡിയ മനസ്സിൽ വന്നത്. അപ്പോൾ ആദ്യം ഒരു മുനിസിപ്പൽ ലൈസൻസ് എടുക്കുകയും ഇത് അന്ന് ലേബൽ, സ്റ്റിക്കർ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വെറും ഒരു കവറിൽ 4, 3, 7 പാക്കറ്റ് 2 ഷോപ്പിൽ കൊണ്ടുവച്ചു. സൈക്കിളിൽ കൊണ്ട് സപ്ലൈ ചെയ്തു അന്ന്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അന്ന് അതെനിക്ക് പറയാൻ ഒരു മടിയില്ല. അപ്പോൾ ഫസ്റ്റ് ഒരു കടയിൽ 3 പാക്കറ്റും വേറൊരു കടയിൽ 4 പാക്കറ്റും, അങ്ങനെ 4, 3, 7 പാക്കറ്റായിരുന്നു ആദ്യത്തെ കച്ചവടം. പിന്നെ അത് കുറച്ചുകൂടി വലുതായി. പിന്നെ ബൈക്ക്, സമുറായി ബൈക്ക് എന്ന് പറയും, അന്ന് സുസുക്കിയുടെ ബൈക്ക് ഇപ്പം ഇല്ല. അപ്പൊ സമുറായി ബൈക്കിലാണ് പിന്നെ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലൊരു 40-50 പാക്കറ്റോളമൊക്കെ വിൽക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ് പിന്നീടാണ് നമുക്ക് അതിലും സപ്ലൈ തികയാതെ വന്നപ്പോഴാണ് അടുത്ത ഓട്ടോറിക്ഷ, ആപ്പേ ഓട്ടോറിക്ഷയിലേക്ക്, ആപ്പേ എന്ന് പറയില്ല, എയ്പ്പ് എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടല്ലോ, ഈ ലോക്കൽ ആപ്പേ ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷയിലേക്ക് പോകുന്നത്.
അപ്പോൾ അങ്ങനെ സപ്ലൈ കൂടി ഒരു 4 മാസത്തിനകം തന്നെ ഒരു 700-800 പാക്കറ്റ് ആയപ്പോൾ ഞാൻ UAE തിരിച്ച് പോകണ്ടെന്ന് വെച്ചു. സ്കെയിലബിൾ ബിസിനസ്സാണ്, അപ്പോൾ സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് എനിക്ക് ആ ഒരു മെസ്സേജാണ് ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു പോയില്ല. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ദമ്പതികളായിട്ടുള്ള ബിസിനസ് സംരംഭകർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമിന് എന്താണ് ഇതിലുള്ള ഒരു റോൾ എന്ന് പറഞ്ഞാൽ? എൻ്റെ റോൾ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എൻ്റെ സൈഡിൽ നിന്നും ഉണ്ട്. മാക്സിമം ഞാൻ നോക്കുന്നത് സ്റ്റോക്ക്, ബില്ലിങ്, അക്കൗണ്ട് സെക്ഷൻ മൊത്തം ഞാൻ നോക്കുന്ന കാരണം പുള്ളി മാർക്കറ്റിംഗ് മാത്രമാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ രണ്ടാളെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. മാമും ഈ 18 വർഷമായിട്ട് തന്നെ കൂടെ തന്നെ ഈ ഒരു ബിസിനസ്സിലുണ്ടല്ലേ? അതെ, ഉണ്ട്. തീർച്ചയായിട്ടും അത്രയും കോൺഫിഡൻസും മാമിനും ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു ഫുഡ് പ്രോഡക്റ്റ് ഇങ്ങനെ ഇത്രയും സക്സസ്ഫുൾ ആയപ്പോൾ അല്ലേ? ഓക്കെ, നമ്മുടെ ഫുഡ് പ്രോഡക്ട്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വ്യൂവേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡ് പ്രോഡക്ട്സ് ആണ് നമ്മുടെ സ്വാമി ഫുഡ് ഫ്രഷ് ഫുഡ്സ് കൊടുക്കുന്നത്? ഹോം ഫ്രഷ് സ്വാമീസ് പ്രൊഡക്റ്റ് എന്നാണ് ബ്രാൻഡ് നെയിം. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ദോശമാവിൽ നിന്നാണ്. മെയിനായിട്ട് റെഡി ടു കുക്ക് ഫുഡ് പ്രോഡക്ട്സ് ആണ്. ദോശമാവ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഹാഫ് കുക്ക്ഡ് പൂരി, പിന്നെ അപ്പം മാവ് ഉണ്ടല്ലോ, അപ്പം മാവ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് പിന്നെ അടദോശ ബാറ്റർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് മൾട്ടി പൾസസ് വെച്ച് ചെയ്യുന്ന ഒരു ബാറ്ററാണ്. ആ ബാറ്ററുണ്ട്. പിന്നെ നമ്മൾ ഐസ് ക്യൂബ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാറ്ററേഴ്സിനൊക്കെ നമുക്ക് സപ്ലൈ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയും ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഹെൽത്തി ഫുഡ് പലർക്കും കിട്ടാത്തൊരു സംഭവമാണ്. പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ആയിരിക്കും മിക്ക ഫുഡുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഒരു ഫ്രഷ് ഫുഡ്, നമ്മുടെ ഹോംലി ഫുഡാണ് ഫ്രഷ് സ്വാമി ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ ഇത്രയും വിജയകരമായിട്ട് നമ്മുടെ വിപണിയിൽ ഈ ഒരു ഫ്രഷ് സ്വാമി ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ കൊണ്ടുപോകുന്നത് ഒന്ന് പറയാമോ? നമ്മൾ ഈ ഇതിൻ്റെ എല്ലാം ലൈഫ് 5 ഡേയ്സേ ഉള്ളൂ. അപ്പം നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ചില്ലർ റൂമിൽ വെച്ച് നന്നായിട്ട് പ്രിസർവേഷൻ എന്ന് പറയുന്നത് തണുപ്പാണ്. അപ്പോൾ നമ്മൾ തണുപ്പിൽ വെച്ച് പ്രിസർവ് ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്സിലേക്ക് കൊടുക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നമ്മൾ പഫ് ബോക്സസിലാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഷോപ്സിലും അവർ ഫ്രിഡ്ജിൽ ഈ മെറ്റീരിയൽ എടുത്തു വയ്ക്കും. അപ്പോൾ കസ്റ്റമറിന് അത് വന്നിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഫുഡാണ് വിപണിയിൽ എത്തിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സൈക്കിളിലൊക്കെ പോയിട്ട് അങ്ങനെ ആ ഒരു വിപണിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് മാം തന്നെയായിരുന്നു അത് ഉണ്ടാക്കിയിരുന്നത്, സ്റ്റാർട്ട് ചെയ്തിരുന്നത്? ഇല്ല, ഞങ്ങളുടെ ഹോൾ ഫാമിലി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അമ്മയുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു. ഞങ്ങളൊരു കൂട്ടായ്മയാണ്. അതിൽ നിന്നാണ് ഞങ്ങൾ മുകളിൽ വന്നത്. അങ്ങനെയാണ് പിന്നെ സാറ് പോയിട്ട് തന്നെ മാർക്കറ്റൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വിപണിയിലേക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് എത്തിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിയുടെ ഹൈ സപ്പോർട്ട് നമ്മുടെ ഫ്രഷ് ഹോം സ്വാമി പ്രൊഡക്ട്സിന് ഉണ്ട് എന്നുള്ളതാണ് സത്യം അല്ലേ? ഒരുപാട് സന്തോഷം അങ്ങനെ കേൾക്കുമ്പോൾ. കാരണം പലപ്പോഴും ഫാമിലിയൊക്കെ മാറിപ്പോവും ചില സമയങ്ങളിൽ. പക്ഷേ ഏതൊരു ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ആ ഫാമിലി കൂടെ ഉണ്ടാകുന്നതാണ് ഏതൊരു സംരംഭകനെയും ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു സ്വാമി ഫുഡ് പ്രൊഡക്ട്സിന് എത്രത്തോളം ക്ലയൻസ് ആണ് ഉള്ളത്? നമ്മുടെ കേരളത്തിൽ തന്നെ എത്രത്തോളം ക്ലയൻസ് ആണ് ഉള്ളത്? കേരളത്തിലുള്ള ഒരുവിധം എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ്സിലും നമ്മളെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ 5 സ്റ്റാർ ഹോട്ടൽസ്, ഞാൻ പേര് എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് 5 സ്റ്റാർ ഹോട്ടൽസിലേക്ക് നമ്മൾ സാധനം സപ്ലൈ ഉണ്ട്. അതുകൂടാതെ ഈ ഗവൺമെൻറ് ക്യാൻറ്റീൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കെല്ലാം നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ഉണ്ട്. അതുകൂടാതെ പല എയർപോർട്ടിലും നമ്മുടെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട്. ഈ ഫ്ലൈറ്റ് കിച്ചൺ ഇതിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ കാറ്ററിംഗ് സർവീസ്, ഒരുപാട് കാറ്ററിംഗുകാർക്ക് നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻറ്റീൻസിന്, ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ, യൂണിവേഴ്സിറ്റി ക്യാൻറ്റീൻ, അങ്ങനെ പല സ്ഥലത്തിലേക്ക് നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് തലങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൈക്കിളിലാണ് സപ്ലൈ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ തട്ടുകടകളിലേക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ തട്ടുകടകളും ഇപ്പോഴും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ 5 പാക്കറ്റും 6 പാക്കറ്റും എടുക്കുന്ന 10 പാക്കറ്റ് എടുക്കുന്ന അന്ന് സ്റ്റാർട്ട് ചെയ്ത തട്ടുകടകളിൽ ഇപ്പോഴും സപ്ലൈ ചെയ്യുന്നുണ്ട്. 5 സ്റ്റാർ ഹോട്ടൽസിലും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്.